ബാലശേട്ടാ ബാലശേട്ടാ എൻ്റെ രണ്ട് കൂട്ടുകാർക്കും എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ താമസിച്ച പഠിച്ചു വളർന്ന എൻ്റെ വീട് കാണാൻ നിങ്ങൾ ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം. ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. വരൂ എൻ്റെ ഒപ്പം. എത്ര കൊല്ലം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്? ഇത് ഏതാണ്ട് ഒരു 100 വർഷത്തിനടുത്തും പഴക്കമുള്ള ഇവിടെയായിരുന്നു താമസം. വളരെ ചെറുപ്പത്തിൽ ഞാൻ ജനിച്ച കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇവിടെയാണ് നമ്മൾ പഠിച്ചതും. ആ സമയത്ത് അച്ഛൻ്റെ അമ്മയെല്ലാം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഇവിടെ പശുക്കള്, അതുപോലെ തന്നെ ധാരാളം കൃഷി, അതെല്ലാം ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും. എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ വീട്ടിലപ്പോ? എത്ര ആൾക്കാർ താമസിക്കുന്ന? ഒരു 10-15 പേരോളം. 15ഓളം ആളുകൾ താമസിക്കുന്ന. പിന്നെ കുട്ടികൾ അത് കൂടാതെ തുളസിത്തറയൊക്കെ ഉണ്ട് അല്ലേ? തുളസിത്തറ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള എല്ലാ ദിവസവും സന്ധ്യക്ക് വിളക്ക് വെക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങളുടെ തറവാട്ടിലെ അച്ഛമ്മ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇവിടെ വിളക്ക് വെച്ച് സന്ധ്യാസമയത്ത് ചാണകമൊക്കെ മെഴുകി, ചുറ്റുവട്ടം ചാണകമൊക്കെ മെഴുകി വിളക്കെല്ലാം വെച്ച് ഈ അരുകോലയിൽ ഇരുന്നിട്ടാണ് എല്ലാവരും നമശിവായി. ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കും. ഈ മരം പാലയാണോ അതോ? പാലയായിട്ടാണ് തോന്നുന്നു. എനിക്ക് പണ്ടൊക്കെ ഇതിന്റെ ഇടയിൽ ഒരു അമ്പാഴങ്ങി ഉണ്ടായിരുന്നു. അപ്പൊ ധാരാളം കിട്ടുമായിരുന്നു. ഇത് ധാരാളം തണൽ നൽകുമായിരുന്നു. ഇനി അടുത്തതായിട്ട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇതൊരു പൂമുഖമാണ്. ഇതിലാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ തട്ടിട്ട് പൂമുഖത്താണ് ധാരാളം സ്പേഷ്യസ് ആണ്. നിങ്ങളിപ്പോ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കാതെ ആയിട്ട്? ഞങ്ങളിപ്പോ താമസിക്കാതായിട്ട് അറൗണ്ട് ഒരു 12 to 14 years ആയിട്ടുണ്ടാവും. 14 വർഷം. 12 മുതൽ 14 വർഷം വരെ അവിടെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിരുന്നു തൊഴുത്തുണ്ടായിരുന്നത്. കാണുന്നവിടെ തൊഴുത്തുണ്ടായിരുന്നു. അതില്ല. പിന്നെ അടുത്തതായിട്ട് ഈ ഭാഗം കണ്ടോ? ഈ ഭാഗം ഇത് അടുക്കള പോർഷനാണ്. അടുക്കള ഇവിടെയാണ്. ഊണ് കഴിക്കുന്ന ആ ഊന്തളത്തിലാണ്. ഊന്തളം പറയാ. അത് കഴിഞ്ഞ് കൈ കഴുകാൻ വരുന്നത് ഇവിടെ വന്ന് കൈ കഴുകും. അപ്പൊ അച്ഛന്റെ പെങ്ങളുടെ ഭർത്താവുണ്ട്. മൂപ്പര് ഇവിടെ ഇരുന്നിട്ട് പേപ്പറൊക്കെ വായിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇതാണ്. ഇനി ഇപ്പൊ നമ്മള് ഇതിലൊരു പ്രത്യേകത എന്താണ്, നമുക്ക് വിരുന്നുകാർ വരും. അപ്പൊ അച്ഛന്റെ പെങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ അവിടുന്ന് നടന്നു വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ചോറിടും അഡീഷണല്. ഇപ്പൊ ദൂരത്തുനിന്ന് അറിയാം എത്ര പേര് വരണ്ടെന്നുള്ളത്. നമ്മുടെ ഒറിജിനൽ തറവാട് എന്ന് പറയുന്നത് കാട്ടിശ്ശേരി മന്നത്തൊരു തറവാട് വീടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ തറവാടാണ് ഇത്. അവർക്ക് 4 മക്കളാണുള്ളത്. ഒന്ന് അമ്മു വല്യമ്മ എന്ന് പറയും, അവർ കൊടുവായൂരും. രണ്ടാമത്തെ ആള് ബേബി വല്യമ്മ, അവരാണ് ഇപ്പൊ ഈ വീട്. അപ്പോൾ അവർ കോയമ്പത്തൂരാണ് സെറ്റിലായിരിക്കുന്നത്. മൂന്നാമത് ബാലഗോപാൽ എന്നാണ് അവരുടെ പേര്. അവർ കൊടുവായൂരാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. 4മത്തതാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛൻ ഇവിടെയാണ് ചെറുപ്പം മുതൽ അച്ഛൻ വളർന്നതെല്ലാം. കാരണം അച്ഛനെ കൃഷിയെല്ലാം നോക്കി ഈ വീട്ടിലും കുറേ കാലത്തോളം ഉണ്ടായിരുന്നു. പിന്നെ വെക്കേഷൻ ആവുമ്പോൾ അച്ഛൻ്റെ ഏട്ടനും അവരുടെ മക്കളും എല്ലാവരും വരും. അവർ ഖത്തറിലായിരുന്നു ആ സമയത്ത് വരും. അതുപോലെ തന്നെ അച്ഛൻ്റെ പെങ്ങളുണ്ട് കോയമ്പത്തൂർ, അവർ ഇടയ്ക്ക് വരും. ഈ വീടിൻ്റെ പേര് ഇല്ലത്തക്കളം എന്നാണ്. ഇത് പണ്ട് ഒരു കളമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ വീടാക്കി കൺവേർട്ട് ചെയ്തതാണ്. പണ്ട് നെല്ലൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു കളമായിരുന്നു. പിന്നെ ഇത് ആദ്യം പൂർവികമായിട്ട് ഇതുപോലെ കളം ഉണ്ടാക്കിയതും അതുപോലെ തന്നെ എല്ലാം ചെയ്തതും അച്ചമ്മയാണ്. അച്ചമ്മയുടെ പേര് ദേവിക്കുട്ടിയമ്മ. അപ്പോൾ കാട്ടിശ്ശേരി ആലത്തൂര് വെള്ളാട്ടാണ് ശരിക്കും തറവാട്ട് പേര്. എന്തായാലും ഈ ഓണക്കാലത്ത് പുതിയൊരു അനുഭവമാണത്. ഇവിടെ വരാൻ സാധിച്ചതും ഇവിടെ വെള്ളാട്ട് തറവാടിനെ കുറിച്ച് അറിയാൻ സാധിച്ചതും. ബാലകൃഷ്ണേട്ട, നിങ്ങളോടാണ് ഇതിന്റെ നന്ദി പറയേണ്ടത്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഒരുപാട് സന്തോഷം. അത് ശരി. ഇവിടെ ഓണായിട്ട് എന്താ പരിപാടി? ഇവിടെ കുട്ടികളൊന്നും ഇല്ലേ? ഓണം ഉണ്ട്. നമ്മുടെ കുട്ടികള് വന്നോണ്ടിരിക്കുന്നുണ്ട്. എവിടെ? ഇത് നോക്കൂ. അപ്പൊ ഓണം നിങ്ങൾ ഇന്ന് ഇവിടെ ആഘോഷിക്കാനാ? മാവേലി ഉണ്ട്, കുട്ടികളുണ്ട്. ആളെ വിളിക്കാം. നിങ്ങൾ ഇവിടെ എന്തോ സ്പെഷ്യൽ എന്തോ സാധനം ഉണ്ടെന്നല്ലോ നമ്മൾ വിളിച്ചത്. നമുക്ക് തർക്കം വേണ്ട. തർക്കം പരിഹരിക്കാൻ ആരെങ്കിലും ഇറക്കിണ്ടാ? ഉണ്ട്. കുട്ടികളെ വിളിക്കും. അതെ, ഈ മാമൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന്? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് നിങ്ങളെ വിളിച്ചോ. ഗുരു സാർ ഇവിടെ ഉണ്ടോ? സുഹൃത്തെത്തി. ഇവിടെ എന്റെ കാലഘട്ടത്തിലുള്ള ഓണമാണ് ഏറ്റവും നല്ല ഓണം എന്ന് ഞാൻ പറയാണ്. പക്ഷെ ഇവര് പറയുന്നത് ഇപ്പോഴത്തെ ഓണമാണ്. അപ്പൊ ഇന്ന് ഗുരുസാറ് സ്പെഷ്യൽ വ്യക്തി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ മക്കളെ, ഈ ഓണം
നമ്മൾ എന്തിനാ ആഘോഷിക്കുന്നത് എന്നാൽ ഈ നാട് ഭരിച്ച മാമന്നനായ മഹാബലി വളരെ സ്നേഹസമ്പന്നനും ദാനശീലനുമായിരുന്നു. ഇല്ലാത്തവനെ ഉള്ളവൻ അവൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് ജാതിമത ഭേദമന്യേ ഭക്ഷണം കൊടുത്തുകൊണ്ട് സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണമാണ്. അപ്പോൾ അത് ഇന്നത്തെ കാലം, പണ്ട് നമ്മൾ 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഓണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. പുതിയ കുഞ്ഞെടുപ്പുകൾ, അതിൻ്റെ മറ്റുള്ള പൂക്കളുടെ ഒരുക്കങ്ങൾ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നെല്ലാം നമുക്ക് റെഡിമെയ്ഡാണ്. അതാണ് പഴയ ഓണത്തിൻ്റെ സമ്പൽ സമൃദ്ധിയിൽ നിന്നും പുതിയതിലേക്കുള്ള മാറ്റം. പക്ഷേ ഈ മാറ്റത്തിലും മാറാത്ത ഒരു മഹാമനസ്കനായിട്ടുള്ള ഒരു ആള് എല്ലാ തിരുവോണ ദിവസവും നമ്മുടെ പ്രജകളെ കാണാൻ വരും, മാമന്നനായ മഹാബലി. അദ്ദേഹം ഇന്നിവിടെ വരും. നമ്മൾ മഹാബലിയെ ക്ഷണിക്കാനായിട്ട് പണ്ടൊരു ചടങ്ങുണ്ട്. ആർപ്പോന്ന് വിളിക്കും. അപ്പം ഞാൻ പറയും, എൻ്റെ കുട്ടികൾ പറയുക. ഓക്കെ, ആർപ്പോ ആർപ്പോ. എൻ്റെ ഭക്തരെ കണ്ടതിൽ എനിക്ക് വല്ലാത്ത സന്തോഷം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായി. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ഓണത്തിൻ്റെ സംഘർഷമാണ് ഇവിടെ ഞാൻ കണ്ടത്. അങ്ങനെയില്ല, എനിക്ക് എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ് ഓണം. പ്രജകൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും തിരുവോണം നാളിൽ നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിച്ചേരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധമായ ഒരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും മഹാബലിയെ കണ്ട് മനം നിറഞ്ഞിരിക്കുന്നു. ഈ വേളയിൽ എല്ലാവർക്കും ഓണാശംസകൾ. വലിയൊരു സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ, ഒത്തൊരുമയുടെ ഓണമാവട്ടെ എൻ്റെ മക്കൾക്ക്. എല്ലാവിധ ആശംസകളും.